ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ചെറിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മൊബൈൽ റീചാർജിങ്ങും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അല്ലേ. എൻ്റെ അടുത്ത് ഒരു പയ്യൻ റീചാർജ് ചെയ്യുവാനായിട്ട് വരികയുണ്ടായി. അപ്പോൾ ആ പയ്യനോട് മൊബൈൽ നമ്പർ ചോദിച്ചു. മൊബൈൽ നമ്പർ അവൻ പറഞ്ഞു. റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു. റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് 300 രൂപയാണെന്ന് പറഞ്ഞു. ഒന്നിൽ കൂടുതൽ തവണ ഞാൻ മൊബൈൽ നമ്പർ കൺഫേം ചെയ്തു. കറക്റ്റാണെന്ന് പറഞ്ഞു. എമൗണ്ട് എത്രയാണെന്ന് ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചു. അപ്പോഴെല്ലാം 300 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ റീചാർജ് ചെയ്തു. റീചാർജ് ചെയ്തതിന് ശേഷം അവൻ 200 രൂപ എടുത്ത് തന്നു. ഇതിൽ 200 രൂപയുള്ളൂ കുട്ട എന്ന് പറഞ്ഞപ്പോൾ, ആ 200 രൂപയുടെ ചെയ്താൽ മതി, 200 ആണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. പൈസ തന്നതിന് ശേഷമാണ് 200 എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടൻ ഇതുവരെ പറഞ്ഞത് 200 രൂപയല്ലല്ലോ, 300 രൂപയല്ലേ റീചാർജ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 300 രൂപ റീചാർജ് ചെയ്തു. ഒന്നിൽ കൂടുതൽ തവണ ഞാൻ നമ്പർ കറക്റ്റാണെന്ന് ചോദിച്ചു. കറക്റ്റാണെന്ന് പറഞ്ഞു. റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചപ്പോഴും 300 രൂപ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 300 ആണ് റീചാർജ് ചെയ്തത്. അതുകൊണ്ട് 300 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. അതിന് മുമ്പായിട്ട് ഞാൻ ചോദിച്ചു, മൊബൈൽ ഏതാണ് ഉപയോഗിക്കുന്നത്, കീപാഡ് ആണോ ടച്ച് ആണോ എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു കീപാഡ് ആണെന്ന്. അങ്ങനെ ഞാൻ റീചാർജ് ചെയ്ത് 200 രൂപ തന്നപ്പോൾ അവൻ നിന്ന് വേർക്കുവാണ്. കാരണം വേറെ പൈസ അവൻ്റെ തരാനില്ല. അപ്പോൾ ഞാൻ 180 രൂപ എടുത്ത് 20 രൂപ തിരിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ സ്കൂളിലേക്ക് വരുമ്പോൾ 120 രൂപ കൊണ്ടുവരണം. ഇപ്പം ഞാൻ 180 രൂപ എടുത്തിട്ടുണ്ട്. നാളെ വരുമ്പോൾ 300 രൂപയുടെയാണ് റീചാർജ് ചെയ്തത്. അപ്പോൾ 120 രൂപ ഇനി കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു. 20 രൂപ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ 120 രൂപ നാളെ വരുമ്പോൾ കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ നാളെ സ്കൂളിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് ആ പയ്യൻ പോയി. പിന്നീട് പിറ്റേ ദിവസം അവൻ വന്നപ്പോൾ 120 രൂപ ഇതാ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ തന്നു. അപ്പോൾ ഞാൻ പൈസ മേടിച്ചിട്ട് പറഞ്ഞു, മോൻ ഇതേപോലെ ഇനി ഒരിക്കലും ഒരു മൊബൈൽ ഷോപ്പിലോ എവിടെയാണെങ്കിലും എന്തൊരു ആവശ്യത്തിന് പോയാലും ഇതേപോലെ ചെയ്യരുത്. വീട്ടുകാരെ പറഞ്ഞു വിട്ടത് എന്താണോ അത് കറക്റ്റായിട്ട് അവിടെ പോയി പറഞ്ഞ് ആ സാധനങ്ങൾ മേടിക്കുക. അതേപോലെ ഏതൊരു കാര്യം പറഞ്ഞാലും അത് ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ എഴുതി വാങ്ങിച്ചിട്ട് വരിക. അതേപോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുവാനായിട്ട് ഓർമ്മ വെച്ച് അതേപോലെ ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ നിന്നും 200 രൂപ 180 രൂപയുടെ റീചാർജാണ് മോനോട് ചെയ്യാൻ പറഞ്ഞത്. മോൻ ഇവിടെ വന്ന് 300 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ടൗണിൽ എവിടെയെങ്കിലും പോയി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊണ്ടുവന്നിട്ട് പോയാൽ മതി, മോനിവിടെ ഇരിക്കി എന്ന് പറഞ്ഞ് വീട്ടുകാരെ വിളിച്ച് വരുത്താനായിട്ട് പറയും. ഇപ്പോൾ ഇവിടെ ഞാൻ അറിയുന്നത് കൊണ്ടാണ് മോനെ വിട്ടാക്കിയിട്ട് നാളെ മേടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെ എവിടെ പോയിട്ടും ചെയ്യരുത് എന്നും പറഞ്ഞ് ആ പൈസ അവന് കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ മോനോട് ഞാൻ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഏതാണ് മൊബൈൽ എന്ന് ചോദിച്ചപ്പോൾ കീപാഡ് ആണോ ടച്ച് ആണോ എന്ന് ചോദിച്ചപ്പോൾ കീപാഡ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് 180 രൂപയെ റീചാർജ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പൈസ മേടിച്ചിട്ട് വരാൻ പറഞ്ഞത് ഇതേപോലെ കുട്ടൻ നാളെയും എവിടെയും പോയിട്ട് ഇതേപോലെ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പൈസ മേടിച്ചിട്ട് വന്നത് കൊണ്ട് ആ പൈസ മോൻ തന്നെ തിരിച്ച് കൊണ്ടുപോയിക്കോ. എന്നിട്ട് ഇതേപോലെ അമ്മയോട് കൊണ്ടുപോയി കൊടുക്കുകയും വേണം. ഇത് ചിലവാക്കൊന്നും ചെയ്യരുത്. ഞാൻ അമ്മയോട് നാളെയോ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കും മോൻ പൈസ തന്നോ എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഞാൻ ചിലവാക്കില്ല, കൊണ്ടുപോയി കൊടുക്കാം എന്നും പറഞ്ഞ് അവൻ സ്കൂളിലേക്ക് പോയി. എന്നിട്ട് പിന്നത്തെ മാസം റീചാർജ് ചെയ്യാൻ വന്നപ്പോൾ കറക്റ്റായി മൊബൈൽ നമ്പർ ആ കുട്ടി പറഞ്ഞു. അതിനുശേഷം റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് 180 രൂപ എന്ന് കറക്റ്റായി പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി കാര്യങ്ങൾ പഠിച്ചു. പിന്നീട് മറവികളൊന്നുമില്ലാതെ കറക്റ്റായി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ വീട്ടുകാരും അവരെ കുട്ടികളെ കറക്റ്റായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ആ കുട്ടികൾക്ക് മനസ്സിലാകും. വളർന്നു വരുന്ന കുട്ടികൾക്ക് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ അസാൾട്ടായി വിടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ ഒന്നും ഓർമ്മ വയ്ക്കാതെ ഇങ്ങനെയെല്ലാം അസാൾട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഓരോ മാതാപിതാക്കളും അവരെ കുട്ടികളെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എവിടെയും പോയിട്ട് ഇതേപോലെയുള്ള ചതിയിലൊന്നും പോയി പെടാതിരിക്കാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾ മനസ്സിലാക്കും. അതുകൊണ്ട് തെറ്റുകളൊന്നും ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും പറ്റുകയില്ല. അതിനാൽ ഓരോ മാതാപിതാക്കളും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ.